അടൂർ ഗോപാലകൃഷ്ണനും യേശുദാസിനുമെതിരെ അസഭ്യവർഷം നിറഞ്ഞ തെറിവാക്കുകളുമായി നടൻ വിനായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കേട്ടാൽ അറക്കുന്ന തെറിവാക്കുകളുടെ പൂരമാണ് പോസ്റ്റിൽ നിറയെ. വിവരങ്ങളുമായി അതുല്യുണ്ട്. അതുല്യ, ആ പോസ്റ്റ് കണ്ടാൽ മുഴുവനായി ആർക്കും വായിക്കാൻ തോന്നുന്നില്ല. അത്തരത്തിലുള്ള തെറിവാക്കുകളാണ് മുഴുവനായും ഉള്ളത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അർജുന, അടൂർ ഗോപാലകൃഷ്ണനും അതുപോലെ തന്നെ യേശുദാസിനുമെതിരെയാണ് ഇപ്പോൾ വിനായകൻ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ആ വാക്കുകൾ നമ്മൾ സ്ക്രീൻഷോട്ട് അതുപോലെ തന്നെ പ്രദർശിപ്പിക്കുകയാണ് ചെയ്യാറ്. എന്നാൽ അത്തരത്തിൽ ആ സ്ക്രീൻഷോട്ട് പൂർണ്ണമായും പ്രദർശിപ്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വാക്കുകളാണ് ആ ഒരു പോസ്റ്റിൽ നിറയെ പങ്കുവച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ബീപ്പ് ടോണുകൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു സെൻസറിങ് നടത്തേണ്ടി വരുന്ന അത്രയും ഭീകരമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു പോസ്റ്റ് വിനായകൻ പങ്കുവച്ചിട്ടുള്ളത്. നേരത്തെയും ഇത്തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള പ്രതികരണങ്ങളിലൂടെ ആയാലും അതുപോലെ തന്നെ പൊതുമധ്യത്തിലുള്ള പ്രവർത്തികളിലായാലും ഇത്തരത്തിൽ വിവാദപരമായ പല പ്രവർത്തികളും വിനായകൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് കൂടി വന്നിരിക്കുന്നത്. അടൂർ ഗോപാലകൃഷ്ണനെയും അതുപോലെ തന്നെ യേശുദാസിനെയും ഒരേ രീതിയിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് അയാൾ ഈ പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ സിനിമാ കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കെതിരെ ഒരു പരാമർശം നടത്തിയത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ആ പരാമർശത്തിൻ്റെ തുടർച്ചയായി അല്ലെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ ആ ദളിത് വിരുദ്ധ പരാമർശത്തിന് ഒരു മറുപടി എന്നോണമാണ് അല്ലെങ്കിൽ ആ ഒരു പരാമർശത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് വിനായകൻ്റെ പോസ്റ്റ്. പക്ഷേ അതേസമയം ഇതിൽ ഏറ്റവും വലിയ വൈരുദ്ധ്യാത്മകത എന്താണ് എന്ന് വെച്ചാൽ അടൂരിൻ്റെ വാദങ്ങളെ ഒരു ചെറിയ അംശം രീതിയിലെങ്കിലും സാധൂകരിക്കുന്ന രീതിയിലുള്ള വാക്കുകളാണ് വിനായകൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അടൂർ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പല പരാമർശങ്ങളെയും സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പെരുമാറ്റമാണ് വിനായകൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ വൈരുദ്ധ്യാത്മകത എന്നത്. ഒരു പ്രശ്നത്തെ മറ്റൊരു പ്രശ്നം കൊണ്ട് നേരിടുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ വിനായകൻ്റെ ഈ പോസ്റ്റ് മാറിയിട്ടുള്ളത്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ അതുപോലെ തന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പരാമർശങ്ങൾ അതോടൊപ്പം തന്നെ വ്യക്തികളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുന്ന രീതിയിലാണ്. പ്രത്യേകിച്ചും ലൈംഗിക ചുവയോടുകൂടിയുള്ള വാക്യങ്ങളും വാചകങ്ങളും അതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായും ഒരു നിയമ നടപടിക്ക് സാധ്യതയുള്ള ഒരു പോസ്റ്റാണിത് എന്നുള്ളതാണ്. വിനായകനെതിരെ വലിയ രീതിയിൽ IT നിയമപ്രകാരവും അതുപോലെ തന്നെ ഓൺലൈൻ സൈബർ നിയമപ്രകാരവും മാനനഷ്ട കേസ് അടക്കം ഫയൽ ചെയ്യാൻ വകുപ്പുകൾ ഉള്ള ഒരു സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ നമ്മൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള വ്യക്തികൾക്കും അതോടൊപ്പം തന്നെ അതിൽ ലൈംഗിക ചുവയോടുകൂടി പരാമർശം നടത്തിയിട്ടുള്ള വാചകങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ടു പേർക്കും അപകീർത്തി കേസും അതുപോലെ തന്നെ ഇത്തരത്തിൽ IT ആക്ട് പ്രകാരവും കേസെടുക്കാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് വിനായകൻ പങ്കുവച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് നീങ്ങുകയാണെങ്കിൽ വിനായകൻ അത് വലിയൊരു തിരിച്ചടി തന്നെ ആയിരിക്കും ഉണ്ടാവുക. എന്തായാലും കഴിഞ്ഞ ഇതിനു മുൻപ് ഉമ്മൻചാണ്ടിയുടെ മരണത്തിലും സമാനമായ രീതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വിനായകൻ പങ്കുവച്ചിരുന്നു. അതും വലിയ രീതിയിൽ പ്രശ്നങ്ങൾക്ക് കാരണമായിരുന്നു. ഇപ്പോൾ അന്ന് പങ്കുവച്ചതുപോലെ തന്നെ ഒരു വിവാദമായ അല്ലെങ്കിൽ അത്രത്തോളം ഒരു തരത്തിലും നീതീകരിക്കാനാകാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു പോസ്റ്റാണ് വിനായകൻ ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. കൃത്യമായും ഇതിനൊരു നിയമ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അടൂർ ഗോപാലകൃഷ്ണനും യേശുദാസിനുമെതിരെയാണ് അസഭ്യവർഷം നിറഞ്ഞ തെറിവാക്കുകളുമായി നടൻ വിനായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിലവിൽ വിവാദമാവുകയാണ്. കേട്ടാൽ അറക്കുന്ന തെറിവാക്കുകളുടെ പൂരമാണ് പോസ്റ്റിൽ നിറയെ. ഇതിന്റെ വിശദാംശങ്ങൾ നൽകിയത് അതുല്യാണ്.